ഹലോ, വെൽക്കം ടു ബിഹൈൻഡ് ദ വൈറ്റ് ബോർഡ്. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് റിവിഷൻ സീരീസിൻ്റെ 7ാമത്തെ ദിവസമായ ഇന്ന് നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ മാനേജർ എക്കണോമിക്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാലും നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് തിയറി ഓഫ് പ്രൊഡക്ഷൻ. സിലബസിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് തിയറി ഓഫ് പ്രൊഡക്ഷൻ. അതുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ് ഓപ്പറേറ്റ്സ് ഡ്യൂ ടു ഫിക്സഡ് ഫാക്ടേഴ്സ് ബിക്കമിങ് ഓവർ യൂട്ടിലൈസ്ഡ്, ഇൻക്രീസ് ഇൻ ടെക്നോളജി, economies of scale, decrease in demand. Law of diminishing returns operates due to fixed factors becoming overutilized ആണ് ആൻസർ വരിക. ദെൻ ഐസോകോൺസ് ആർ ഓൾവേസ്. ഐസോകോൺ എന്ന് പറയുന്നത് ഈക്വൽ ക്വാണ്ടിറ്റി, ഈക്വൽ പ്രൊഡക്ഷൻ നമുക്കറിയാം. ദേ ആർ ഓൾവേസ് പാരലൽ സ്ട്രേറ്റ് ലൈൻസ്, കോൺവെക്സ് ടു ഒറിജിൻ, കോൺകേവ് ടു ഒറിജിൻ, വെർട്ടിക്കൽ ലൈൻസ്. ഐസോകോൺ ആർ ഓൾവേസ് കോൺവെക്സ് ടു ഒറിജിൻ. മാർജിനൽ റേറ്റ് ഓഫ് ടെക്നിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ ഈസ് ratio of marginal cost, slope of isocont, slope of demand curve, ratio of prices. Answer slope of isocont. Returns to scale refers to, returns to scale എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോങ് റൺ പ്രൊഡക്ഷൻ ആണ് റിട്ടേൺസ് ടു സ്കെയിൽ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ്റെ മറ്റ് പേരുകൾ എന്ന് പറയുന്നത് ലോ ഓഫ് ഡിമിനിഷിംഗ് റിട്ടേൺസ്, അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഒക്കെയാണ്. ലോങ് റൺ വന്നിട്ട് റിട്ടേൺസ് ടു സ്കെയിൽ ആണ്. ദെൻ കോപ്-ഡഗ്ലസ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഷോസ് ലീനിയർ റിലേഷൻ, ഫിക്സഡ് പ്രൊപ്പോർഷൻ, substitutability of factors, zero elasticity. ആൻസർ വരുന്നത് substitutability of factors. Then demand and law of demand എന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, a given good violates law of supply, law of diminishing returns, law of demand, law of cost. ഗിഫൺ ഗുഡ് വയലേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ ലോ ഓഫ് ഡിമാൻഡ് അറിയാം. ലോ ഓഫ് ഡിമാൻഡിൻ്റെ എക്സംഷൻസ് പഠിച്ചപ്പോൾ എക്സംഷൻസിൽ വരുന്നതാണ് ഗിഫൺ ഗുഡ്, വെബ്ലൻ ഗുഡ്, സ്നോപ്പ് ഇഫക്റ്റ് ഒക്കെ. അപ്പോൾ ഗിഫൺ ഗുഡ്സിൽ വരുന്നതാണ് ഗിഫൺ ഗുഡ് വയലേറ്റ് ചെയ്യുന്നത് ലോ ഓഫ് ഡിമാൻഡിനെയാണ്. അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വെൻ പ്രൈസ് ഇൻക്രീസസ് അറ്റ് ദ സെയിം ടൈം ഡിമാൻഡും ഇൻക്രീസ് ചെയ്യുന്നത് തന്നെയാണ് ഗിഫൺ ഗുഡിൻ്റെ കേസ്. അപ്പോൾ അത് ലോ ഓഫ് ഡിമാൻഡിനെ വയലേറ്റ് ചെയ്യുന്നുണ്ട്. മൂവ്മെൻറ്റ് അലോങ് ഡിമാൻഡ് കർവ് ഇസ് കോസ്ഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം, പ്രൈസ്, അഡ്വർടൈസ്മെൻറ്റ്, പോപ്പുലേഷൻ. ആൻസർ പ്രൈസ് ആണ്. ദെൻ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഇസ് ഷോൺ ബൈ മൂവ്മെൻറ്റ് അപ്വേർഡ്, ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ്, റൈറ്റ്വേർഡ് ഷിഫ്റ്റ്, ഡൗൺവേർഡ് മൂവ്മെൻറ്റ്. അപ്പോൾ എക്സ്റ്റൻഷൻ, കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ്, അതുപോലെ തന്നെ ഷിഫ്റ്റ് ഇൻ ഡിമാൻഡ്, ഇൻക്രീസ്, ഡിക്രീസ്, ചേഞ്ചസ് ഇൻ ഡിമാൻഡിൽ നമ്മൾ നോക്കുന്നതാണ്. അപ്പോൾ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് ഷോൺ ബൈ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ആണ്, ഡിക്രീസ് ഇൻ ഡിമാൻഡാണ് ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് വരുന്നത്. ഇൻഫീരിയർ ഗുഡ്സ് ഹാവ് പോസിറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, സീറോ ഇലാസ്റ്റിസിറ്റി, നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി, ഇൻഫിനിറ്റ് ഇലാസ്റ്റിസിറ്റി. ആൻസർ നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ഇൻഫീരിയർ ഗുഡ്സിന് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റിയാണ് വരുന്നത്. ദെൻ ക്രോസ് ഇലാസ്റ്റിസിറ്റി ഈസ് പോസിറ്റീവ് ഫോർ കോംപ്ലിമെൻ്ററി ഗിഫൺ ഗുഡ്സ്. ആൻസർ സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സ് ആണ്. ക്രോസ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആയ കാര്യമാണ് ഇവിടെ ചോദിക്കുന്നത്. കോംപ്ലിമെൻ്ററി ഗുഡ്സിൻ്റെ കേസിലും സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിലും ക്രോസ് ഇലാസ്റ്റിസിറ്റി എങ്ങനെയാണ് വരുന്നത് നോക്കുക. സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിലാണ് നെഗറ്റീവ് ആവുന്നത്. ഒന്നിൻ്റെ പ്രൈസ് കൂടുമ്പോൾ മറ്റൊന്നിൻ്റെയാണ് ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡ്സിൻ്റെ കേസിൽ. ദെൻ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ, പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് ഇസ് വെർട്ടിക്കൽ, ഡൗൺവേർഡ് സ്ലോപ്പിംഗ്, ഹൊറിസോണ്ടൽ, അപ്വേർഡ് സ്ലോപ്പിംഗ്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ അത് ഹൊറിസോണ്ടൽ ആണ്. ഇലാസ്റ്റിസിറ്റി വന്നിട്ട് 0 ആണ്. വെൻ ഇലാസ്റ്റിസിറ്റി ഈസ് 1, ഡിമാൻഡ് ഇസ് elastic, inelastic, unitary elastic, perfectly inelastic. Answer unitary elastic. Total expenditure method measures income elasticity, price elasticity, cross elasticity, advertisement elasticity. Total expenditure method, geometric method ഇതൊക്കെ മെഷർ ചെയ്യുന്നത് പ്രൈസ് ഇലാസ്റ്റിസിറ്റിനെ. ദെൻ ഡിമാൻഡ് ഇസ് ഇൻഇലാസ്റ്റിക് വെൻ, ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആകുന്നത് ഏത് സിറ്റുവേഷനിലാണെന്ന് ഓപ്ഷൻ ബി ആണ്. പെർസെൻറ്റേജ് ഓഫ് ഡെൽറ്റ ക്യൂ ലെസ് ദാൻ പെർസെൻറ്റേജ് ഓഫ് ഡെൽറ്റ പി, ഇൻഇലാസ്റ്റിക് ആകുന്നത്. ദെൻ ഇൻകം ഇലാസ്റ്റിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ലക്ഷറി ഗുഡ്സ് ഹാവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. ലക്ഷറി ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഗ്രേറ്റർ ദാൻ 1 ആണ്. ദെൻ നെസസറീസ് ഹാവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. നെസസറീസിൻ്റെ ഇൻകം ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ലെസ് ദാൻ 1 ആണ്. ലക്ഷറിയുടെ കേസിൽ ഗ്രേറ്റർ ദാൻ 1ഉം
നെസസറി ഗുഡ്സിൻ്റെ കേസിൽ ഇൻകം ഇലാസ്റ്റിസിറ്റി ഇസ് ലെസ് ദാൻ 1. അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യുന്നത് ഡിമാൻഡ് റെസ്പോൺസീവ്നെസ് ടു ആഡ്സ്. ഹൈ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ഇംപ്ലൈസ് ads are ineffective, ads greatly influence demand is constant, no change in demand. Answer greatly influence demand. Advertisement greatly influence demand എന്നുള്ളതാണ് ആൻസർ വരുന്നത്. Then advertisement elasticity is usually high for necessities, industrial goods, branded consumer goods, public goods. Advertisement elasticity high ആകുന്നത് branded consumer goodsൻ്റെ കേസിലാണ്. Then demand forecasting is essential for past analysis, future planning, price fixation, wage determination. Demand forecasting is essential for future planning. Time series analysis includes trend, seasonal, cyclical, irregular, random only. ഇതിൽ ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. ടൈം സീരീസ് അനാലിസിസിൽ ട്രെൻഡ് അനാലിസിസ്, സീസണൽ, സൈക്ലിക്കൽ, ഇറഗുലർ എല്ലാം വരുന്നുണ്ട്. ദെൻ റിഗ്രഷൻ അനാലിസിസ് യൂസ്ഡ് ഫോർ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം ക്വാണ്ടിറ്റേറ്റീവ് ഫോർകാസ്റ്റിങ്ങിലാണ് റിഗ്രഷൻ, കോറിലേഷൻ ഒക്കെ യൂസ് ചെയ്യുന്നത്. ദെൻ ഡെൽഫി മെത്തേഡ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ്, സർവേ മെത്തേഡ്, എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്. സോ അതൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ മെത്തേഡാണ് ഡെൽഫി മെത്തേഡ്. ഡെൽഫി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും എല്ലാ മെത്തേഡ്സും എന്താണെന്ന് നോക്കിക്കോണം. ഡെൽഫി മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേനും ഡിഫറെൻറ്റ് അതായത് ഒരു പെർട്ടിക്കുലർ ആസ്പെക്റ്റിനെ റിലേറ്റ് ചെയ്ത് പലരെയും പലതായി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് പല രീതിയിൽ അല്ലെങ്കിൽ പലയിടത്തു നിന്ന് ആൻസേഴ്സ് കളക്ട് ചെയ്യുന്നതിനെയാണ് ഡെൽഫി മെത്തേഡ് എന്ന് പറയുന്നത്. ദെൻ ബാരോമെട്രിക് മെത്തേഡ് യൂസസ് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. ബാരോമെട്രിക് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ലീഡിംഗ് ഇൻഡിക്കേറ്റേഴ്സ്. മാർക്കറ്റ് സർവേ മെത്തേഡ് ഈസ് പ്രൈമറി ഡേറ്റ. സർവേ മെത്തേഡ് എന്ന് പറയുന്നത് പ്രൈമറി ഡേറ്റയാണ്. ദെൻ കുറച്ച് അസേർഷൻ റീസണിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ isocons cannot intersect. Each isocon represents different output level. Isocon intersect ചെയ്യില്ല. Each isocon represents different output level. നമുക്കറിയാം രണ്ടും ശരിയാണ്. തന്നിരിക്കുന്ന രണ്ട് സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. ആൻഡ് ആർ എക്സ്പ്ലെയിൻസ് എ. ദെൻ ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഡിമാൻഡ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ് കറക്റ്റാണ്. ഡ്യൂ ടു ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി അതും ശരിയാണ്. Then advertisement elasticity always negative. Advertisement reduces demand. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അവിടെ തെറ്റാണ്. ഫസ്റ്റ് വൺ റൈറ്റ് ആണ്. Then inferior goods have negative income elasticity. Demand falls when income rises. Inferior goods have negative income elasticity. കറക്റ്റ് ആണ്. Demand falls when income rises. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ഫോൾ ചെയ്യുന്നു. ഇൻഫീരിയർ ഗുഡ്സ് ഹാവ് നെഗറ്റീവ് ഇൻകം ഇലാസ്റ്റിസിറ്റി. സോ ഇത് രണ്ടും ശരിയാണ്. ആർ എക്സ്പ്ലെയിൻസ് എ എന്നുള്ളത് കറക്റ്റാണ്. ദെൻ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് റെഡ്യൂസസ് അൺസർട്ടൻറ്റി. ഇറ്റ് പ്രെഡിക്ട്സ് ഫ്യൂച്ചർ ഡിമാൻഡ്. എ ആൻഡ് ആർ ആർ ട്രൂ. ആർ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. സോ ഇതാണ് മാനേജറിയൽ എക്കണോമിക്സിൻ്റെ സിലബസുമായിട്ട് റിലേറ്റ് ചെയ്ത കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. വരും ദിവസങ്ങളിൽ മറ്റ് മൊഡ്യൂളുകളുടെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സ്മാർട്ടായിട്ട് പഠിക്കുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. താങ്ക് യു.